നമസ്കാരം. വെസ്റ്റ് ബംഗാൾ നിയമസഭയിൽ ബലാത്സംഗത്തിനെതിരെയുള്ള ഒരു നിയമം പാസ്സായി എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെയധികം സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് മമതാ ബാനർജി ഇത്തരത്തിലുള്ള ബില്ല് കൊണ്ടുവരുവാൻ തുടക്കമിട്ടത്. വെസ്റ്റ് ബംഗാളിൽ നടന്ന ആഗസ്റ്റ് 9 നടന്ന ഒരു വലിയ കേസിൽ അവിടുത്തെ RG കർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഉള്ളിൽ വെച്ച് തന്നെ ബലാത്സംഗത്തിന് വിധേയയായി കൊല്ലപ്പെടുകയുണ്ടായി. അതിനെ പിൻപറ്റിക്കൊണ്ട് ഏകദേശം ഓഗസ്റ്റ് 14 വരെ അവിടെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസും അധ്യാപകരും മറ്റും വലിയ ഒരു സമരത്തിലേക്ക് ആ കോളേജിനെ കൊണ്ടുപോയപ്പോൾ 7000-ഓളം വരുന്ന ഗുണ്ടകൾ ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വന്ന് ആ കോളേജിനെ ആക്രമിച്ച് സമരക്കാരെ അടിച്ചോടിച്ച് അവിടെയുള്ള സാധന സാമഗ്രികൾ മുഴുവൻ തല്ലി തകർക്കുന്ന ഒരു കാഴ്ച ഈ രാജ്യം ഞെട്ടലോടെയാണ് കണ്ടത്. ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടപ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെയാണ് 7000-ഓളം വരുന്ന ഒരു വലിയൊരു സംഘം കൂട്ടം ചേർന്നുകൊണ്ട് വന്ന് അവരെ ആട്ടി ഓടിക്കുന്നത്, അവിടെ പ്രതികരിച്ചവരെ ആട്ടി ഓടിക്കുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കോടതി വരെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഇൻ്റലിജൻസ് പരാജയമല്ലേ എന്ന് കോടതിക്ക് വരെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ വന്നെത്തിയപ്പോഴും മമത ഒന്നും മിണ്ടിയിരുന്നില്ല. പിന്നീടാണ് സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതിയും അതിനുശേഷം സുപ്രീം കോടതിയും വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിരുന്നു. എന്തുകൊണ്ട് പോലീസിന് ശക്തമായ ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല എന്നും ചോദിച്ചിരുന്നു. 7000 പേർ തടിച്ചുകൂടുന്ന അവസരത്തിൽ എന്തുകൊണ്ട് പോലീസ് ഇത് അറിഞ്ഞില്ല എന്നൊരു ചോദ്യവും അവിടെ പ്രസക്തമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയ മമതയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു സമര പരമ്പരയാണ് ആ സംസ്ഥാനത്ത് നടന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളല്ല, അതിനേക്കാൾ ഉപരിയായി സ്ത്രീകളും ഡോക്ടർമാരും കൂടാതെ തന്നെ വിവിധ സംഘടനകളിലെ പലരും മുന്നോട്ട് വന്നുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമത്തിനെ വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് പോലീസ് അഴിച്ചുവിട്ടത്. രക്തമൊലിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. എന്നിരുന്നാലും ഇന്ന് ബംഗാൾ നിയമസഭയിൽ ആൻറ്റി റേപ്പ് ബില്ല് സഭയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി പാസ്സായി എന്ന വിവരമാണ് അറിയുന്നത്. ഇതിൽ പ്രധാനമായി തന്നെ BJPയുടെ നേതാവായ സുവേന്ദു അധികാരി ഓപ്പോസിഷൻ ലീഡറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സത്യമാണെങ്കിൽ തങ്ങളുടെ പരിപൂർണ പിന്തുണയും ഇതിനുവേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബംഗാളിനെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം അവിടെയുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാർ, അവർ ഉൾപ്പെടുന്ന നിരവധി ഗുണ്ടകളാണ്. ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്കൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ പൗരത്വം അല്ലെങ്കിൽ ആധാർ കാർഡും മറ്റും കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പൗരന്മാരെ പോലെ ജീവിക്കുവാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ബംഗാളിൻ്റെ ഏറ്റവും മാന്യമായി ജീവിച്ചിരുന്ന രവീന്ദ്രനാഥ് ടാഗോറും മറ്റുമുണ്ടായിരുന്ന നമ്മുടെ വെസ്റ്റ് ബംഗാളിനെ ഇത്തരത്തിലുള്ള പരിതാപകരമായ സ്ഥിതിയിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ മമതയ്ക്ക് ഇത് ഒരു അവസാന അവസരമായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ എല്ലാ വിധത്തിലുള്ള എതിർപ്പുകളും മമതയ്ക്ക് ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് മാത്രമല്ല, രാഷ്ട്രീയത്തിനുപരിയായി തന്നെ സാധാരണ ജനങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ന് നമ്മളിത് സംസാരിക്കുന്ന വേളയിൽ തന്നെയും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മമതയെ വിമർശിക്കുന്നത്. ഇവിടുത്തെ പോലീസ് അധികാരികളെ മാറ്റി നിർത്തണമെന്നും അവരെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള വലിയ ആവശ്യങ്ങളും അവർ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ തെളിവുകൾ നശിപ്പിക്കുവാനായിട്ട് ആദ്യം തന്നെ മുന്നിട്ട് നിന്നിരുന്ന പോലീസുകാരാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് അവിടുത്തെ ജനങ്ങൾക്ക്. ഈ ഡോക്ടർ മരിച്ച ആ അവസരത്തിൽ തന്നെയും ആ ഡോക്ടറെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും പെട്ടെന്ന് ദഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംശയാസ്പദകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഈ പോലീസിൻ്റെ നടപടിയെയും ഈ രാഷ്ട്രീയവും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി മമത അവസാനം ചെയ്ത ഒരു പൊടിക്കൈയാണ് ആൻറ്റി റേപ്പ് ബില്ല് ഇവിടെ പാസ്സാക്കുക എന്ന്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിവേഗത്തിലുള്ള അന്വേഷണം നടത്തുകയും വേഗത്തിൽ വിചാരണ നടത്തുകയും കടുത്ത ശിക്ഷ ഈ കുറ്റക്കാർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ബില്ലാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ബില്ലെങ്കിലും മമതയ്ക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞത് നന്നായി. പക്ഷേ എങ്കിൽ തന്നെയും ആ സംസ്ഥാനത്ത് നിൽക്കുന്ന ഗുണ്ടാ വിളയാട്ടത്തിന് ഒരു അറുതി വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. സമരങ്ങൾ തുടരുകയാണ്. തീർച്ചയായും സമരക്കാർക്ക് വേണ്ടത് തെറ്റ് ചെയ്ത കുറ്റവാളികളായവരെ ശിക്ഷിക്കുക എന്നു തന്നെയാണ്. ഇത്തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ജനങ്ങൾ മുന്നോട്ടിറങ്ങി തന്നെ
അവരെ എതിർത്തുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും തോൽപ്പിച്ചുകൊണ്ട് ന്യായവും നീതിയും പുലരുവാനായിട്ടുള്ള ഒരു വലിയ പ്രയത്നത്തിലേക്ക് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ രാജ്യം നേരായ വഴിയിലേക്ക് പോകൂ. ഒരു കാര്യം സുവ്യക്തമാണ്, ഈ ബില്ല് ഒരു തുടക്കമാകട്ടെ. ഇത് കുറ്റവാളികൾക്കെതിരെയുള്ള വലിയൊരു താക്കീതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജയ് ഹിന്ദ്.